ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ആയിട്ട് കാത്തിരുന്നുണ്ടായിരുന്ന ഡസ് മേക്ക് ഓവർ നമ്മളിവിടെ ഫൈനലി ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ടേബിൾ ഓർഡർ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വരാനും അത്രത്തോളം തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഡസ് മേക്ക് ഓവർ ഇത്രയും താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വെക്കേഷന് ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ബട്ട് കഴിഞ്ഞില്ല. ബട്ട് ലേറ്റ് ആയാലും നല്ല ഭംഗിയിലാണ് നമ്മളിതിപ്പോൾ സെറ്റായിട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ ഈ ടേബിൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എന്തൊക്കെയാണ് അതിൽ വെക്കാൻ പോകുന്നതിലൊക്കെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഐറ്റംസ് ഞാൻ ഡസ് മേക്ക് ഓവർ വന്നിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വാഷിംഗ് ടേപ്സ്, സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കട്ടറൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, കളേഴ്സൊക്കെ. പിന്നെ ഞാൻ ഇതൊക്കെ വെച്ചപ്പോൾ ഭയങ്കര പൊടിയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ 2 പോട്ട്സും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പോട്ടാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് സാധാരണ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊന്നും അത്ര ഇഷ്ടപ്പെടാറില്ല, ബട്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു വെച്ചപ്പോൾ തന്നെ. അപ്പം ഇതൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഓർഗനൈസേഴ്സും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ഓർഗനൈസറും പിന്നെ ഒരു പെൻ സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വുഡൻ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വുഡൻ സ്റ്റാൻഡ് എൻ്റെ മുകളിൽ വെക്കാനുള്ളതൊക്കെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇതും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാൻഡിൽ, അതും അടിപൊളിയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ടേബിളിൻ്റെ തീം എന്ന് പറയുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു വേറെ കളേഴ്സ് വരും, എന്നാലും പ്രശ്നമാക്കണ്ട, ഏകദേശം പിങ്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ ഞാൻ കുറച്ച് വാഷിംഗ് ടേപ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ വലിയ വാഷിംഗ് ടേപ്സൊക്കെ ഞാൻ ഇതിൽ വെച്ച് കൊടുക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ വാഷിംഗ് ടേപ്സൊക്കെ ഓൾറെഡി ഓർഗനൈസ് ചെയ്തിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കൊണ്ട് ഞാൻ പിന്നെ അത് വേറെ ആക്കി എടുക്കാനും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളെല്ലാം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ സ്റ്റിക്കി നോട്ട്സ് ഞാൻ ഡസ് മേക്ക് ഓവർ വന്നിട്ട് ഉപയോഗിക്കാൻ വിചാരിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലതൊക്കെ ഒന്ന് മാത്രമൊക്കെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അടിയിലൊരു റോ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഞാൻ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളും വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഇങ്ങനെ കുത്തി നിറച്ച് വെക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ലാസ്റ്റ് ആകുമ്പോഴേ കുറച്ചൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച പോലെയായി, ബട്ട് എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കട്ടർ ഞാൻ ആ ഓർഗനൈസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്കെയില്, സിസേഴ്സ്, അതൊക്കെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലും പിന്നെ വേറെ ഓർഗനൈസറിലൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മുടെ ഹൈലൈറ്റേഴ്സൊക്കെ ഞാൻ പെൻ സ്റ്റാൻഡിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അത് ചിലത് കലണ്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് വാൾ പോസ്റ്റേഴ്സൊക്കെ ഇതാക്കിയിട്ട് ഞാൻ വാഷിംഗ് ടേപ്പ് വെച്ച് ഒട്ടിക്കുക ചെയ്തത്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്ന സ്വഭാവം ഉണ്ട്, അതിനെക്കൊണ്ടാണ് ഞാൻ വാഷിംഗ് ടേപ്പ് തന്നെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നമുക്ക് വേണേൽ പറിക്കാമല്ലോ, ചുമരിലൊന്നും ആവില്ലല്ലോ വിചാരിച്ചിട്ടാണ്. അത് അത്രത്തോളം ഭംഗിയില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പ്രിൻ്റ് ഔട്ട് എടുത്തതിലുള്ള പ്രശ്നം, അത് ചെറുതായിപ്പോയി, അത് ആ ഒരു വുഡൻ സ്റ്റാൻഡിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ നമ്മുടെ പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന സിസേഴ്സൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ വേറൊരു ഓർഗനൈസർ വെച്ചു, കളർ പെൻസിൽസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹോളി ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ആമേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡസ്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു പിങ്ക് വൈറ്റ് തീമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയെന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഡെസ്ക് മേക്ക് ഓവർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേക്ക് ഓവർ എത്രത്തോളം ഇഷ്ടമായെന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.